ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിത് കണ്ടോ? ഇത് നിസാൻ പാട്രോൾ Y60 ആണ്, 7th ജനറേഷൻ. ആക്ച്വലി ഞാനത് ലോക്ക് ബട്ടൺ ഞെക്കിയിട്ട് ഒരു 3 സെക്കൻഡോളം വേറെ ഒരു സിമ്പിൾ ഉണ്ട്. അത് വെക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഒരു വാഹനം സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇതൊരു Y60 എന്നുള്ള കോഡിൽ വരുന്ന വാഹനമാണ്. ഈ ഫ്രണ്ടിൽ കാണാൻ ഒരു പോലെ ഒരു സിഗ്നേച്ചർ ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് പ്ലസ് അലൂമിനിയം സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വാഹനത്തിന്റെ ഒരു വീതി നോക്കുകയാണെങ്കിൽ നമുക്കൊരു 2 മീറ്റേഴ്സ് അതുപോലെ തന്നെ 3 സെന്റിമീറ്റർ, അതായത് 2 മീറ്റർ 3 സെന്റിമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ വീതി വരുന്നത്. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 1.98 ആണ്, 1.9 മീറ്റർ ആണ് ഈ വാഹനത്തിന്റെ ഹൈറ്റ് വരുന്നത്. ലെങ്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് മാസീവ്, അതായത് ഒരു 5.3 മീറ്റർ ആണ് ഈ വാഹനത്തിന്റെ ലെങ്ത് വരുന്നത്. ആൻഡ് ഈ വാഹനത്തെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ഈ ഒരു ഫ്രണ്ട് ഫേസ് തന്നെയാണ്. ആ ഒരു ലൈറ്റ്സും അതുപോലെ തന്നെ വരുന്ന ആ ഒരു സ്ട്രിപ്സും പിന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെന്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ആൻഡ് ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് 275/50 22 ഇഞ്ച് വീലാണ് വന്നിട്ടുള്ളത്. ആൻഡ് അതൊരു ഒരു മൾട്ടി സ്പോക്ക് വീലുകളാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് ആ ഒരു ഡിസൈൻ ട്രീറ്റ്മെന്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സൈഡിൽ നിന്ന് വെക്കുമ്പോഴാണ് കാര്യമായിട്ട് വരാം. ആൻഡ് V60 എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതായത് V6 ട്വിൻ ടർബോ നമ്മുടെ എഞ്ചിനാണ് ചോദിച്ചിട്ടുള്ളത്. വലിയൊരു മിറേഴ്സുകൾ കാണാം. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ ഉടനീളം താഴെ ഭാഗത്ത്, അതായത് വിൻഡോയുടെ താഴെ ലൈനിലായിട്ട് കംപ്ലീറ്റ് ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അവിടെ നമുക്ക് പാട്രോൾ എന്നൊരു ബാഡ്ജിങ്ങും എൻറോൾ ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിയറിലേക്ക് വരുമ്പോൾ നിസാന്റെ ആ ഒരു ലോഗോ കാണുമ്പോൾ തന്നെ പാട്രോൾ എന്നൊരു ആൽഫബറ്റിക് ബാഡ്ജിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് പിയുടെ എവിടെയും ആറിലൊക്കെ ഒരു എന്താ പറയുക ക്ലോസ് ചെയ്യാത്ത ഒരു ഭാഗങ്ങളായിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്ലാറ്റ് നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ വേരിയന്റ് ഏതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. 8 സീറ്റർ വാഹനമാണ്. ഇവിടെ 3 പേര്, ബാക്കിൽ 3 പേര് ഇരിക്കാം, ഫ്രണ്ടിൽ 2 പേർക്കും. ആൻഡ് ഈ ഒരു വാഹനത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ഈ ഒരു റിയർ സീറ്റും അതുപോലെ തന്നെ ഫ്രണ്ട് സീറ്റും ആണ്. ബാക്കിൽ കുറച്ചുകൂടി ഹൈറ്റിലാണ്, പക്ഷേ അത് കുട്ടികൾക്ക് മാത്രമായിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കുള്ള ഫീൽ ഉണ്ട്, അത് വരണം. പക്ഷേ ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് പറഞ്ഞത് ഓണേഴ്സ് മാക്സിമം ഇത് ഡ്രൈവ് ചെയ്യായിരിക്കും അധികം ആൾക്കാരും ചെയ്യാം. ആൻഡ് നല്ലൊരു സീറ്റിംഗ് കപ്പാസിറ്റിയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് എക്സ്ട്രാ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് 2 TV കാര്യങ്ങൾ നമുക്ക് TV എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സൈസുള്ള ടിവികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. വലിയൊരു സെവൻ പ്രൂഫ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം ടച്ച് ഫംഗ്ഷൻസാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു നിസാൻ പാട്രോൾ ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരു SUV ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നമുക്കൊരു ഫീൽ വരുന്നത് എന്താ അറിയോ, ഈ ഫുഡ് സ്റ്റെപ്പിൽ കയറിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ആ ഒരു പൊസിഷനിൽ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ട്. അത് വേറെ എന്താ പറയുക, അങ്ങനത്തെ ഒരു SUVസിന് മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. സെഡാൻസിനോ ഹാച്ച് ബാക്കിനോ അത് കിട്ടിക്കൊള്ളുന്നില്ല. നമുക്ക് ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് ചെറിയൊരു സ്റ്റിയറിംഗ് വീലാണ്. പക്ഷേ എല്ലാം നമുക്ക് ഈ ഒരു കൈക്കുള്ളിൽ നമുക്ക് എത്തുന്നുണ്ട്. പാരഷൂട്ടും കാര്യമെല്ലാം അവിടെയുണ്ട്. അതുപോലെ തന്നെ 2 സ്ക്രീൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന് വേറെയുണ്ട്. അതുപോലെ നമ്മുടെ സ്പീഡോമീറ്റർ കാര്യങ്ങൾ നമുക്ക് ഇവിടെയും കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് സീറ്റിന്റെ മസാജ് ഫംഗ്ഷൻസ് അതുപോലെ തന്നെ വെന്റിലേഷൻ കാര്യങ്ങൾ നമുക്ക് കൊടുക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രൈവ് മോഡുകൾ സെലക്ട് ചെയ്യാനുള്ളത്. ഇതാണ് നമ്മുടെ ഈ കാണുന്നുണ്ടോ, ഇതാണ് നമ്മുടെ ഗിയർ സെലക്ടേഴ്സ്. നമ്മൾ കണ്ട നോബോ മറ്റു കാര്യങ്ങളുള്ള ജസ്റ്റ് ബട്ടൺസ് മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. ആൻഡ് ഇവിടെ നമുക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെയും കാണാം. എഞ്ചിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആക്ച്വലി ഈ ഒരു Y60 നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇത് V6 ട്വിൻ ടർബോ ആണ് വന്നിട്ടുള്ളത്. ആൻഡ് മറ്റൊരു തന്നെ, പക്ഷേ അത് 3.8 ലിറ്റർ ആണ്, ഇത് 3.5 ലിറ്റർ ആണ്. ഇതിന്റെ പവർ എന്ന് പറയുന്നത് 425 HP അതുപോലെ തന്നെ 700 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 3.8 ആണെങ്കിൽ ഒരു 320 HP 380 Nm 400 Nm ടോർക്കാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലായ ഓട്ടോ പ്രൈമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് വാഹനങ്ങളുടെ യാത്രാ വിശേഷങ്ങളായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം.